Mediatech Malayalamത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും കഷ്ടപ്പെട്ട് സമയം കളഞ്ഞ് വീഡിയോസുകൾ ഷൂട്ട് ചെയ്തിട്ട് അത് എഡിറ്റ് ചെയ്ത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തതിനു ശേഷം പ്രതീക്ഷിച്ച അത്ര വ്യൂസ് ആ ഒരു വീഡിയോയ്ക്ക് വന്നില്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഡൗൺ ആയി പോകും. പിന്നീട് നമുക്ക് യൂട്യൂബിലേക്ക് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാൻ തോന്നത്തില്ല. പിന്നീട് ചിലപ്പോൾ നമ്മുടെ ചാനലിൽ വരെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥ ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോസൊക്കെ വ്യൂസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഈ ഒരു വീഡിയോ കാണുക. ഉറപ്പായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പണ്ട് നിങ്ങളുടെ വീഡിയോയ്ക്ക് നല്ല രീതിയിലുള്ള റീച്ച് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ വീഡിയോയിൽ ആ ഒരു റീച്ച് കിട്ടുന്നില്ലെങ്കിലും ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടാത്തത്. അതല്ല, നിങ്ങളുടെ വീഡിയോയ്ക്ക് ഒരു തരത്തിലുള്ള റീച്ചും ഇതുവരെ കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യം ശരിയായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യമേ നിങ്ങളുടെ വീഡിയോസുകളിലൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് റീച്ച് കിട്ടാത്തത്. അപ്പോൾ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ ഈ ഒരു വീഡിയോയുടെ നോക്കാം. അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ചാനൽ യൂട്യൂബ് ടിപ്സും ട്രിക്സുകളൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ മനസ്സിലാക്കുക, യൂട്യൂബിൽ നമ്മൾ മൈന്യൂട്ടായിട്ട് കരുതുന്ന പല കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൾക്കാരുടെ സമയം കളയാൻ വേണ്ടി യൂട്യൂബ് ഓരോ കാര്യങ്ങൾ കൊടുക്കാറില്ല. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂട്യൂബിലെ ഹാഷ്ടാഗുകളെ കുറിച്ചിട്ടാണ്. നമ്മുടെ വീഡിയോയിൽ കൊടുക്കുന്ന ഹാഷ്ടാഗുകൾ. ഇപ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഹാഷ്ടാഗിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും. നമ്മൾ വിചാരിക്കും, ഹാഷ്ടാഗിലൊക്കെ എന്ത് കാര്യമായിരിക്കുന്നു, കണ്ടൻറ്റിലല്ലേ കാര്യം, അല്ലെങ്കിൽ നമ്മൾ തംബ്നെയിൽ കൊടുക്കുന്നതിലല്ലേ കാര്യം എന്നൊക്കെ. കണ്ടൻറ്റിലും കാര്യമുണ്ട്, തംബ്നെയിലും കാര്യമുണ്ട്. ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ടാഗും എല്ലാം ഉള്ളതുപോലെ തന്നെ അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് യൂട്യൂബിലെ വീഡിയോസുകളിലുള്ള ഹാഷ്ടാഗുകൾ എന്ന് പറയുന്നത്. നേരത്തെയാണെങ്കിൽ യൂട്യൂബ് ചാനലുകളിൽ സ്റ്റോറി ടാബുകൾ ഉണ്ടായിരുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലാതെന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം യൂട്യൂബ് അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഈ ഒരു ഹാഷ്ടാഗിന് ഒരു പ്രാധാന്യമില്ലെങ്കിൽ യൂട്യൂബ് അത് ചുമ്മാ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ. അപ്പം ഈ ഒരു ഹാഷ്ടാഗിന് ഉള്ള പ്രാധാന്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇതിന് വളരെ സിമ്പിളായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളുടെ റീച്ച് ഇല്ലാത്ത ഏതെങ്കിലും ഒരു വീഡിയോ എടുക്കുക. അതിനകത്ത് ചിലപ്പോൾ നിങ്ങൾ ഹാഷ്ടാഗുകൾ കൊടുത്തിട്ടേ ഉണ്ടായിരിക്കത്തില്ല, ചിലപ്പോൾ നിങ്ങൾ ഹാഷ്ടാഗുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പം ഈ ഒരു ഹാഷ്ടാഗുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഹാഷ്ടാഗിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ആ ഒരു ഹാഷ്ടാഗിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഹാഷ്ടാഗ് ഉപയോഗിച്ചിട്ട് ഉള്ള വീഡിയോസുകളെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമ്മുടെ റീച്ച് ഇല്ലാത്ത വീഡിയോസുകളുടെ ഹാഷ്ടാഗിലാണ് നമ്മൾ കയറുന്നതെങ്കിൽ ഒരു 90% ആ ഒരു ഹാഷ്ടാഗിലുള്ള വീഡിയോസുകളെല്ലാം തന്നെ അത്തരത്തിലുള്ള വീഡിയോസുകളായിരിക്കാം. ഒരു 500, 600 അല്ലെങ്കിൽ കൂടിപ്പോയ 1K താഴെയുള്ള വീഡിയോസുകൾ മാത്രമായിരിക്കും ആ ഒരു ഹാഷ്ടാഗിൽ കിടക്കുന്നത്, ഒരു 90% വീഡിയോസുകളിൽ. എന്നാൽ റീച്ചുള്ള വീഡിയോസുകളിൽ ഏതെങ്കിലും ഒരു ഹാഷ്ടാഗ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ഹാഷ്ടാഗിനകത്തിൽ നല്ല ചാനലുകൾ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള വീഡിയോസുകൾ, നല്ല വ്യൂസ് കയറിയ വീഡിയോസുകളൊക്കെ കാണാൻ സാധിക്കും. അപ്പം ഇത് ഒരു ഫാക്ടറാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഹാഷ്ടാഗിന് നമ്മുടെ വീഡിയോയിൽ നല്ല റോൾ ഉണ്ടെന്നാണ്. ചുമ്മാ ഒരു ഹാഷ്ടാഗ് കൊടുത്തത് കൊണ്ട് നമ്മുടെ വീഡിയോ റീച്ച് ആകാൻ പോകുന്നില്ല. നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് ഹാഷ്ടാഗ് റീച്ച് ആകാൻ പോകുന്നില്ല. ചിലപ്പോൾ അതിനകത്തിൽ സാധാരണ ക്രിയേറ്റേഴ്സൊക്കെ ചുമ്മാ ഇട്ട് പോകുന്ന ഹാഷ്ടാഗുകളൊക്കെ ആയിരിക്കും നമ്മളും കൊടുക്കുന്നത്. പക്ഷേ നല്ല ഹാഷ്ടാഗുകൾ കൊടുത്താൽ യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് നല്ല രീതിയിലുള്ള ഇംപ്രഷൻ കിട്ടാനും അതുവഴി നല്ല രീതിയിലുള്ള വ്യൂസ് നമ്മുടെ വീഡിയോയ്ക്ക് വരാനുമുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് പറയുന്നത്. 1-2 ദിവസമായിട്ട് ഞാൻ ഈ ഒരു കാര്യത്തിൻ്റെ പുറകെയായിരുന്നു. ഹാഷ്ടാഗിന് എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടോ എന്നറിയാൻ ഞാനിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ അതിൻ്റെ ഹാഷ്ടാഗുകളിൽ ഞാൻ മെയിനായിട്ട് ശ്രദ്ധിച്ചു. അങ്ങനെയാണ് എനിക്ക് അത്യാവശ്യം എൻ്റെ ചാനൽ കിട്ടുന്നതിലും കൂടുതൽ വ്യൂസ് എനിക്ക് എൻ്റെ കഴിഞ്ഞ വീഡിയോസുകളിലൂടെ ഉണ്ടാക്കുവാൻ സാധിച്ചത്. കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ എനിക്ക് നല്ല രീതിയിൽ ഒരു പെർഫോമൻസ് ആ ഒരു വീഡിയോ തന്നിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് നല്ല ഹാഷ്ടാഗുകൾ കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പം ടാഗും ഡിസ്ക്രിപ്ഷനും ടൈറ്റിലും തംബ്നെയിലും എല്ലാം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹാഷ്ടാഗ്. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഹാഷ്ടാഗ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ടൈറ്റിലിൽ കൊടുക്കുന്നതിലും നല്ലത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഹാഷ്ടാഗ് കൊടുക്കുക. ഒരു 3 മുതൽ 4 വരെ ഹാഷ്ടാഗുകൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിൽ കൂടുതൽ കൊടുത്തിട്ട് വലിയ രീതിയിലുള്ള കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. എങ്കിലും നിങ്ങളുടെ ഹാഷ്ടാഗുകൾ ഉണ്ടെങ്കിൽ, നല്ല ഹാഷ്ടാഗുകൾ ഉണ്ടെങ്കിൽ കൊടുക്കുക. അല്ലെങ്കിൽ ഒരു 4 ഹാഷ്ടാഗുകൾ, ഇതിൽ കൂടുതലൊന്നും കൊടുക്കാതിരിക്കുക. അപ്പം എങ്ങനെ നല്ല ഹാഷ്ടാഗുകൾ കണ്ടുപിടിക്കാം? ഈ നല്ല ഹാഷ്ടാഗുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എല്ലാവരും കീവേഡുകൾ കൊടുക്കാൻ വേണ്ടി യൂട്യൂബിൽ സെർച്ച് ബാർ ചെയ്യുന്നുണ്ട്, സെർച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനകത്ത് ചെന്ന് നമ്മുടെ കണ്ടൻറ്റ് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പിലായിട്ട് വരുന്ന വീഡിയോസുകളാണല്ലോ. അതിപ്പോൾ മലയാളത്തിൽ തന്നെ വേണമെന്നില്ല, ഇംഗ്ലീഷിലായിരിക്കാം, ഹിന്ദിയിലായിരിക്കാം. അപ്പോൾ ആ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു വീഡിയോയിൽ ഉപയോഗിച്ചിരുന്ന ഹാഷ്ടാഗ് നോക്കുക. ചിലപ്പോൾ ആ വീഡിയോയ്ക്കകത്തിലും ഹാഷ്ടാഗുകളൊന്നും കാണത്തില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോ നോക്കുക. അങ്ങനെ നോക്കി അത്യാവശ്യം വീഡിയോസുകളുടെ
ഒരു ഹാഷ്ടാഗുകൾ എടുത്തതിന് ശേഷം നിങ്ങൾ ആ ഒരു ഹാഷ്ടാഗിലേക്ക് പോയതിന് ശേഷം ആ ഒരു ഹാഷ്ടാഗിലുള്ള വീഡിയോസൊക്കെ എത്രത്തോളം വ്യൂസ് വന്നിട്ടുണ്ടെന്ന് നോക്കുക. ഒരു 1K എബോവ് ഉള്ള വീഡിയോസുകൾ അതിനകത്ത് നല്ല രീതിയിലുണ്ടെങ്കിൽ ആ ഒരു ഹാഷ്ടാഗ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതല്ലാതെ 1K താഴെയാണ് വീഡിയോസുകൾ, അതിനകത്തുള്ള ഒട്ടുമിക്ക വീഡിയോസുകൾ നിൽക്കുന്നത്. പ്രത്യേകിച്ച് കൊച്ചു ഹാഷ്ടാഗുകൾ എന്ന് പറയുമ്പോൾ 100-200 വ്യൂസൊക്കെ ആയിരിക്കും കൂടുതലും ആ ഹാഷ്ടാഗിലുള്ള വീഡിയോസുകൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതിലും കൂടുതൽ വ്യൂസ് വരുന്ന നല്ല ഹാഷ്ടാഗുകൾ സെലക്ട് ചെയ്യുക. അതായത് 1K എബോവ് വ്യൂസ് വരുന്ന അങ്ങനെയുള്ള വീഡിയോസുകളുള്ള ഹാഷ്ടാഗുകൾ നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങളുടെ വീഡിയോയിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിപ്പോൾ ഇംഗ്ലീഷ് വീഡിയോസുകളിൽ നിന്നായിരിക്കാം, ചിലപ്പം ഹിന്ദി വീഡിയോസുകളിൽ നിന്നായിരിക്കാം. നിങ്ങൾ ഒരു വീഡിയോ കണ്ടിട്ട് ഉടനെ തന്നെ ഹാഷ്ടാഗ് സെലക്ട് ചെയ്യാൻ നിൽക്കാതെ നിങ്ങൾ കുറച്ച് വീഡിയോസുകൾ സെർച്ച് ചെയ്ത് നോക്കുക. നിങ്ങളുടെ കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസുകളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചാനലുകളിലെ വീഡിയോസുകളിലൊക്കെ പോയിട്ട് നോക്കുക. അതിനുശേഷം നോക്കുക അവർ കൊടുത്തിരിക്കുന്ന ഹാഷ്ടാഗ്. മലയാളത്തിൽ തന്നെ നമ്മൾ പലരും ചുമ്മാ വായി തോന്നുന്ന കാര്യങ്ങൾ ഹാഷ്ടാഗുകൾ കൊടുക്കാറുണ്ട്. പക്ഷേ ഈ ഒരു സെർച്ചബിൾ ആയിട്ടുള്ള ഹാഷ്ടാഗുകൾ, കൂടുതലായിട്ടും വ്യൂസ് കിട്ടിയിട്ടുള്ള ഹാഷ്ടാഗുകൾ നമ്മുടെ വീഡിയോയിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ വീഡിയോസുകൾക്ക് ഇംപ്രഷൻ കിട്ടാനും നല്ല രീതിയിലുള്ള റീച്ച് നമ്മുടെ വീഡിയോയ്ക്ക് കിട്ടാനുമുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മുടെ വീഡിയോയ്ക്ക് അതിൽ വ്യൂസ് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ തന്നെ കഷ്ടപ്പെടണം. അപ്പം നമ്മുടെ ചാനലിലുള്ള നിച്ച് മനസ്സിലാക്കിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നല്ല വ്യൂസ് വരുന്ന ഹാഷ്ടാഗുകൾ യൂട്യൂബിൽ നിന്ന് തന്നെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അത് നമ്മുടെ വീഡിയോയിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഇംപ്രഷൻ നമ്മുടെ വീഡിയോയ്ക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് 100% സക്സസ് ആകും എന്നല്ല പറയുന്നത്, ഒരു 70% സക്സസ് ആകുന്ന ഒരു ടിപ്പ് തന്നെയാണിത്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആവറേജ് കിട്ടുന്ന വ്യൂസിലും കൂടുതലായിട്ടും വ്യൂസ് ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഉറപ്പായിട്ടും ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ യൂട്യൂബ് സംബന്ധമായിട്ടുള്ള ഡൗട്ടുകൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഉണ്ട്, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കിടപ്പുണ്ട്. കയറി ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതുപോലുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുടെ കാണാം. അതുവരെ സൈനിങ് ഓഫ് സിജിൻ ദേവസ്യ.